ഹായ് ഗായ്സ്, ഞായറാഴ്ചയായിട്ട് ഔട്ടിങ്ങിനൊന്നും പോയില്ലെങ്കിൽ പണിന്ന് പുറത്താക്കുന്നതാണ് നമ്മളെ ബോസ് പറഞ്ഞിട്ടുള്ളത്. അനിയനോട് ഞാൻ ചോദിച്ചു, ഒറ്റ മൈൻഡിൽ വിട്ടാലോ? അവൻ്റെ ഒരു ചോദ്യം, എടുത്തേക്ക്. ഞാൻ പറഞ്ഞു മംഗലാപുരത്തേക്ക്. ബൈക്കിലാ? അല്ല, ബസ്സിൽ പോവാന്ന് പറഞ്ഞപ്പോൾ എന്നാ ഞാനില്ല, എന്നാ പിന്നെ ബൈക്കിൽ തന്നെ ആവാന്ന് പറഞ്ഞു ഒറ്റ മൈൻഡിൽ വിട്ട്. നല്ല നട്ടുച്ച വെയിൽ. ബാങ്ക് കേട്ടപ്പോൾ നമ്മൾ സൈഡാക്കി ഒരു പള്ളീൻ്റെ അടുത്ത് നിർത്തി. പള്ളി കാണാനില്ല, മക്കാമ് മാത്രം. എന്നാലും കുറച്ച് മുമ്പോട്ട് പോയോക്കാന്ന് പറഞ്ഞു പോയപ്പോൾ അൽഹംദുലില്ലാ അവിടെ പള്ളിയുണ്ട്. അങ്ങനെ കയറി ഒതുകൊടുത്തപ്പോൾ നല്ല തണുത്ത വെള്ളം, ആശ്വാസമായി. ഉള്ളിൽ കയറി നോക്കുമ്പോൾ ഉസ്താദും രണ്ട് മാമൂമിയങ്ങളും മാത്രം. എല്ലാവരും തിരക്കല്ലേ, പള്ളിയിലെല്ലാം വരാനായിരിക്കും സമയം. വെയിലിൽ നിന്ന് കുറച്ച് ആശ്വാസം കിട്ടി, നല്ല സമാധാനം കിട്ടിയല്ലേ. നമ്മള് വിചാരിച്ച പോലല്ല കേട്ടോ, നമ്മള് പിള്ളേരെല്ലാം മാഷാ അല്ലാഹ് നല്ല നിസ്കാരം നിലയില്ല പിള്ളേർ തന്നെ. തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല മണം. അവനോട് ചോദിച്ച് ഇത് തന്നെ എന്നാ കഴിച്ചാലോ, സമയം 1 മണിയായി. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നോനും പറഞ്ഞു. എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു സ്പെഷ്യൽ എന്നെല്ലാം എല്ലാം സ്പെഷ്യലാണ്, എന്നാലും നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നാ പിന്നെ ബീഫ് കറിയും നെയ്ച്ചോറും എടുത്തു. എന്നാ പിന്നെ വേറെ ബീഫ് കറിയും നെയ്ച്ചോറും അടിപൊളി പപ്പടവും കൂട്ടിക്കുഴച്ച് നന്നായി ഒന്നടിച്ച്. നിങ്ങൾ ഇത് കണ്ട് വളർക്കുന്നുണ്ടെങ്കിൽ ഞാൻ സോറി കേട്ടോ, എന്നാ പിന്നെ കുറച്ചങ്ങോട്ട് സ്കിപ്പ് ചെയ്തോ, ഞാൻ എന്തായാലും തിന്നിട്ട്. അങ്ങനെ നമ്മൾ ബന്ദിയോട് ഹോട്ടൽ നാഷണൽ നല്ല ഫുഡ് കഴിച്ചു. ബീഫ് കറിയും നെയ്ച്ചോറും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ സൂപ്പർ അടിപൊളി. അപ്പോൾ നമുക്കിനി നേരെ മംഗലാപുരത്തേക്ക് വിടാം. ചങ്ങായിമാരെ, ബെയില് എന്ന് പറഞ്ഞാൽ എമ്മാതിരി ബെയില്. വണ്ടിയെല്ലാം ആണെങ്കിൽ എന്നും പറഞ്ഞൊരു പോക്കും. ഞാൻ പണ്ടെല്ലാം ബാക്കിലിരിക്കുമ്പോൾ സ്പീഡ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് സ്പീഡ് കൂട്ടി നോക്കിയോ, അവൻ്റെ പേടി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഓൻ ചോദിക്കുന്നതാണ് ഇത്രയും സ്പീഡുള്ളൂ, ഇനിയും കൂട്ടാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാതിരിക്കടായിരുന്നു, ഇതിൻ്റെ മാക്സിമം സ്പീഡ്. ഞങ്ങൾക്ക് കുറച്ച് പേടിയായിട്ട് ഞാൻ കുറച്ച് സ്ലോ ആക്കി വിട്ട്. നേരെ നമ്മൾ പോകുന്നത് ഉള്ളാലത്തേക്കാണ്. മനസ്സിലെന്ത് ബേജാറുണ്ടെങ്കിലും ഉള്ളാൽ ദർഗയിൽ പോയിട്ടൊന്ന് ദ്വാരക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം അതൊന്ന് വേറെ തന്നെ. നിങ്ങൾക്കും വേണ്ടി ഞാനും ദ്വാരക്കൂട്ടാം. നേരെ ഞങ്ങൾ വിട്ട് ഉള്ളാളത്തേക്ക് എത്തി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പോകുന്നൊരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും അവിടെ പോയാൽ ഫുള്ള് പൈസ തന്നെ. അതെന്ത് നല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം, കാത്തുനിന്നോ. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, പൈസ കിണർ. ഓൻ ചോദിച്ചു ഇതെന്ത് പൈസ കിണർ, ഇതിൽ മോട്ടർ ഇട്ടാൽ വെള്ളം വരുന്നതിന് പകരം പൈസ വരുമോ? ഉണ്ടാതിരിക്കട പറയാന്നും പറഞ്ഞു. ഇന്നെന്താ കാരണം എല്ലാവരും ഇങ്ങനെ കിണറ്റിലിടുന്നതെന്ന് എനിക്ക് ഭയങ്കര സംശയം. നിങ്ങൾക്കുണ്ടല്ലോ സംശയം? എന്നാൽ ഞാനത് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. അങ്ങനെ ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചുറ്റിക്കറങ്ങി ആടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഉള്ളിൽ പോകുമ്പോൾ ആടി വീണ്ടും കിണർ. നേരെ ഞങ്ങൾ ഉള്ളിൽ കയറിയതുമായിരുന്നു. അങ്ങനെ ഓനും മനസ്സറിഞ്ഞ് നല്ല പാങ്ങലതുമായിരുന്നു. പുറത്തിറങ്ങി വരുമ്പോൾ ജോറായിട്ട് അവൻ ആ പൈസ എല്ലാം ഒന്ന് എണ്ണി നോക്കുന്നുണ്ട് എത്രയുണ്ട്. സൂക്ഷിച്ച് നോക്കിയിട്ട് അവൻ പറഞ്ഞ് ഇതെല്ലാം 10, 50, 100 എല്ലാം നോട്ടാണ്, എന്നാലും കുറച്ച് പൈസ ഉണ്ടാവും. പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് വിളിക്കുന്ന പോലെ ഒരു തോന്നല്. ഓനോട് ചോദിച്ചു നിങ്ങൾക്ക് കേട്ടിനോ? നോൻ പറഞ്ഞ ഞങ്ങൾക്കും കേട്ടിന്, പേടിച്ചല്ലേ, ഇച്ചാൻ്റെ പേരുള്ള വേറെ ആരെയോ വിളിച്ചത്. അപ്പം എനിക്ക് സമാധാനമായി. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയി. ബൈക്കിൽ ത്രിബിളാക്കുമ്പോൾ ഞാൻ അവനോട് പറയലുണ്ട് നീ ചങ്ങായിമാർക്ക് ത്രിബിളാക്കണ്ടാന്ന്. ഇത് കാണിച്ചു തന്നിട്ട് അവൻ പറയുന്നതാണ് ഇച്ചല്ല പറഞ്ഞ് ത്രിബിളാക്കണ്ടാന്ന്. ഇത് കണ്ട 4 ബിള്. ഞാൻ പറഞ്ഞു ഓരെങ്ങനും പോട്ട് നീ പോണ്ട. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സിറ്റി സെൻറ്ററിലേക്ക്. അവൻ്റെ പ്രായം മറന്നിട്ട് അവനോട് എല്ലാം പോകാൻ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ് നേരെ വിട്ടോ, നമുക്ക് താഴെല്ലാം കുറേ കാണാനുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് മാള് വാങ്ങുന്ന ഗൗരവത്തിൽ നടക്കുന്നുണ്ട്. ഇത് കണ്ടിട്ടാകുമ്പോൾ ഇനി നോക്കി വെച്ചാൽ താഴെ ഒരു മരമുണ്ട്, അതിൽ ഫുള്ള് പൊളി പിടിച്ചിന്. നീ എന്താ പറയുന്നേന്? ഇത് ക്രിസ്മസ് ട്രീ ആണെന്ന് ഞാനും പറഞ്ഞു. ഓ അതാണ്. ഓനെടുക്കാൻ അങ്ങനെ തമാശ എല്ലാം പറയൂട്ടാ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫിയെല്ലാം എടുക്കാൻ നോക്കി, എങ്ങനെ നിന്നാലും സെറ്റാകുന്നില്ല. നേരെ തായ്ക്ക് വിട്ട്. എൻ്റെ മുമ്പിലുള്ള ഈ ചേച്ചി അല്ലെങ്കിൽ അനിയത്തി വീഴാൻ നോക്കി, പക്ഷേ എന്തോ ഭാഗ്യത്തിന് വീണില്ല. ഞായറാഴ്ച ഞമ്മക്ക് മാത്രമല്ല എല്ലാവർക്കും ഫ്രീ തന്നെ. അങ്ങനെ ഓനക്ക് എന്തെങ്കിലും മേണിക്കണമെന്നല്ല എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഓനോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും വേണമെന്ന്. ഓൻ ഉള്ളിൽ വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും പുറത്ത് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും വന്നതല്ലേ, കുറച്ച് വീഡിയോ സെൽഫിയെല്ലാം എടുക്കാന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് നിൽക്കും. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി ആ മരം ഒന്ന് അടുത്തുനിന്ന് കാണണമെന്ന് ഓനിക്കൊരു പൂതി. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ആടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് ഓനക്ക് അതിൻ്റെ പേരും കൂടി കാണണമല്ലോ. അങ്ങനെ നമ്മൾ താഴെ പോയി അതിൻ്റെ പേരെല്ലാം കണ്ട് ഇതാണ് ക്രിസ്മസ് ട്രീ. അപ്പോൾ ഓൻ ചോദിച്ചു അപ്പൂപ്പനേടെ? ഞാൻ പറഞ്ഞു ആയിട്ടില്ല, ക്രിസ്മസ് അപ്പൂപ്പൻ കുറച്ചും കൂടി കഴിയും. അങ്ങനെ എന്തായാലും സിറ്റി സെൻറ്റർ മാളിൽ ഇങ്ങനെ ക്രിസ്മസ് ട്രീയും ഇതെല്ലാം ആയിട്ട് ചോറന്നെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും നല്ലൊരു പൊലി തന്നെ. ഈ കാഴ്ചയെല്ലാം നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചങ്ങോട്ട് ആയിക്കോട്ടെ. നമ്മൾ പിന്നെ ഇത് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറേ പിള്ളേരുണ്ടാവും, അവരെല്ലാം ഒന്ന് കണ്ടോട്ടെ. അങ്ങനെ നമ്മൾ ഫുള്ള് റൗണ്ട് വിട്ടി നല്ലൊരു കാഴ്ച തന്നെ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് ഒന്ന് മേടിച്ചു കൊടുത്തു. എനിക്ക് നല്ല സന്തോഷമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് മാക് ബുക്ക് നോക്കിയാലോ. ഞാൻ ചോദിച്ചു ഇതിൻ്റെ വില നിങ്ങൾക്ക് എത്രയും അറിയോ? അതത്ര ചെറുതല്ല സാധനം എന്ന് പറഞ്ഞു. വില ഞാൻ അവനക്ക് എഴുതി കാണിച്ചു കൊടുത്തു. ഇതാ മോനെ ഇതിൻ്റെ വിലയെന്ന്.
ഓനത് കേട്ടിട്ടാകുമ്പോൾ ചോദിക്കുന്നത് ഇത്ര എല്ലാം ഉണ്ടാകും, ഇതാകെ ചെറുതല്ല സാധനം, വലിയ വലിയ കമ്പ്യൂട്ടറിനും ചെറിയ പൈസ എല്ലാം ഉള്ളു, ഇതിനെന്ത് ഇത്ര വിലയും, 1,00,000 ഉറുപ്പ്യ എന്ന് പറഞ്ഞപ്പോൾ ഓന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോയി ഇവിടെ ഒരു ബോൾ എറിയുന്ന കണ്ടപ്പോൾ ഒരു ഊതി നമുക്കും അറിയാമെന്ന്. ഞാൻ പറഞ്ഞു നിനക്കത് അറിയാൻ കയ്യോ കറിഞ്ഞു വന്നു. പക്ഷെ അവൻ പറഞ്ഞു വേണ്ട. അതും കഴിഞ്ഞപ്പോൾ നമുക്ക് അസർ നിസ്കരിക്കാനുള്ള സമയമായി. നേരെ പള്ളിയിലേക്ക് പോയി അസർ നിസ്കരിച്ച് AC-ൻ്റെ നല്ല കുളിർമ. ഞാൻ ചോദിച്ചു പോവാടാ വിട്ടാലോ, രാത്രി ആവാനായി. അവൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാൻ. ഞാൻ പറഞ്ഞു ഇനിയും പൈതാ കുറേ ലേറ്റ് ആവുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കുമ്പോഴാ നല്ല സൺസെറ്റ്. ഞാൻ പറഞ്ഞു വാ ഇവിടുന്ന് നമുക്ക് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കാലോടാ, നല്ല ബാക്ക്ഗ്രൗണ്ട് എല്ലാം കിട്ടും, സിറ്റി ഫുള്ള് കാണാം. നല്ല സന്തോഷമായി. ഇവിടെ നിന്നിട്ട് ഈ കാഴ്ച കാണുമ്പോൾ അടിച്ചൊഴിച്ച റീല് കാണുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ നേരെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് തിരിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ കാണുന്ന കാർ വാച്ച്. നമ്മൾ ഈ പരിപാടി തന്നെയല്ലേ, അടുത്തെന്തെല്ലാം ഉണ്ടെന്നൊന്നും നോക്കും. അങ്ങനെ നേരെ വിട്ട് പെട്രോൾ പമ്പിൽ അഹങ്കാരത്തോടെ പറഞ്ഞ് ഫുൾ ടാങ്ക് മാക്സിമം പോയാൽ അത്ര ലാവുള്ളൂ എന്ന് നമുക്കറിയാം. 10 ലിറ്റർ പറഞ്ഞപ്പോൾ 8 ലിറ്റർ തന്നെ ഫുള്ളായ സന്തോഷത്തിൽ നോക്കി. ഇവനിപ്പോൾ അന്ന് അങ്ങനെ വല്ലാണ്ടൊരു കുടിയൊന്നുമില്ല. ഇനി അങ്ങനെ നമ്മൾ നേരെ വിടുന്നത് നാട്ടിലേക്ക് തന്നെ എന്നും പറഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ പറയും ചായ കുടിക്കണ്ടേ, ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് ചായ കുടിക്കണോ. നേരെ നമ്മൾ വിട്ട് ഉടുപ്പിയിലേക്ക്. നമ്മളിരുന്ന ബാക്കിൽ സ്വാമിമാരെ കണ്ടപ്പോൾ ചോദിച്ചു ഇവരെവിടെ പോന്നേ. ഞാൻ പറഞ്ഞു മലക്ക് പോന്നേ. അതെന്നെ മലയുടേന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പത്തനംതിട്ട. എൻ്റെ ചെറിയ സംശയം കണ്ടപ്പോൾ എന്നെ കളിയാക്കി, ഇച്ചാക്കും അറിയില്ല അല്ലേ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വരാൻ വേണ്ടി കാത്തു നിന്ന് വട. ഈ ബില്ല് എത്രയാണെന്ന് പറഞ്ഞ ഏകദേശം എത്ര പറഞ്ഞ 195. ചാച്ച റേറ്റില്ല. ചായക്ക് 20 ഉറുപ്പ്യ, മസാല ദോശക്ക് 25, പ്ലേറ്റ് വട 60 ഉറുപ്പ്യ. എന്നാലും മോശമില്ല. ഫുഡ് എങ്ങനെയുണ്ട്? അവന് നേരെ പോവാം, നേരെ നാട്ടിലേക്ക് വിടാമല്ലേ. ഇപ്പോഴാണ് നമുക്ക് ബൈക്കിൽ VIP ആയിട്ട് പോകാൻ പറ്റിയത്. ടോൾ ഫുള്ള് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് പോകാൻ പറ്റി. നമ്മൾ അങ്ങനെ ആ ബ്ലോക്കിൻ്റെ ഇടയിൽ എന്ത് സംഭവം എന്ന് നോക്കുമ്പോൾ ആടെ ഒരു വണ്ടീൻ്റെ ബാക്കിൽ കാറ് പോയി ഇടിച്ചിട്ട് അവനൊരു മുത്തം വെച്ചതാണ്. പക്ഷെ ഫുള്ള് ബ്ലോക്കായി പോയി. ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ പിച്ചുമ്പയും പറയുമ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പം പറയുന്നത് അവിടെ സൈൻ കാണിക്കുന്ന ബൈക്കിൽ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു അതെല്ലാം ഉണ്ടാവും, നമുക്ക് പിന്നെ വേറെ ഏത് റോട്ടിലേക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞിട്ട് നേരെ പോയി. അന്നെങ്കിലും എനിക്കൊരു ഉള്ളിൽ പേടി, ഇതെന്തിനും ഇവിടെ ഇങ്ങനെ കൊടുത്തിനേ. ഞാൻ പറഞ്ഞു അത് കൊടുക്കും, നീ മെയിൻ്റ് ആക്കണ്ട. അങ്ങനെ നമ്മൾ വരുമ്പോൾ നമ്മൾ സ്പീഡും ചെക്കാക്കി നമ്മളൊരു 72 പോകുന്ന കാണുന്നത്. അയ്യവാ നമ്മുടെ സ്പീഡ് നമുക്ക് തന്നെ കാണിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പൾസ്. നാട്ടിലേക്ക് എത്താനാകുമ്പോൾ ഓൻ്റെ ഒരു പറച്ചിൽ രാത്രി ബൈക്കിൽ പോകാൻ എന്തോ ഒരു ഭാഗം ഒന്നും കൂടി മംഗലാരം പോയെങ്കിലാണ്. ഞാൻ പറഞ്ഞു ഉണ്ടാതെ പൊരുക്കത്തണം ചെയ്യാം, കിടന്നുറങ്ങണം. രാവിലെ പണിക്കോ ഇല്ലെങ്കിൽ പിന്നെ മുതലാളി വീണ്ടും പറയും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അസ്സലാമു.